കുട്ടിക്കാലം മുതലേ നമുക്കെല്ലാവർക്കും നമ്മുടെ അമ്മൂമ്മമാരെ വലിയ ഇഷ്ടമാണ്. എന്നാൽ നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചൊരമ്മൂമ്മ അത് ഗ്രാനി ആയിരിക്കും. കഴിഞ്ഞ കുറേ കാലമായി ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ഇടുന്നതാണ് ഗ്രാനിയുടെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഗ്രാനിയെക്കുറിച്ച് മാത്രമല്ല, ഗ്രാനിക്കും വർഷങ്ങൾക്ക് മുമ്പേ വന്ന കൊച്ചുമകളായ സ്ലെൻഡറീനയുടെ ഗെയിം സീരീസിനെ കുറിച്ചും ഇതെല്ലാം കൂടിച്ചേരുന്ന ഹൊറർ ഗെയിം യൂണിവേഴ്സിനെ കുറിച്ചുമാണ്. ഇതുകൂടാതെ ഗ്രാനിക്ക് പിന്നിലെ ഇൻസ്പിറേഷൻ എന്ന് പറയപ്പെടുന്ന റിയൽ ലൈഫ് ക്രീപ്പി ഇൻസിഡൻറ്റും കൂടെയുണ്ട്. ഇതെല്ലാം നമ്മൾ ഒറ്റ വീഡിയോയിൽ നിന്ന് കവർ ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ടു ഗെയിമിംഗ് എക്സ്പെൻസ്. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് സ്ലെൻഡർമാനാണ്. റിയൽ ലൈഫിൽ 2009 സംതിങ് ഓഫുൾ എന്ന ഇന്റർനെറ്റ് ഫോറം ഒരു പാരാനോർമൽ ഫോട്ടോഷോപ്പ് കോൺടെസ്റ്റ് നടത്തി. ആ ഒരു കോൺടെസ്റ്റിൽ വിക്ടർ സജ് എന്നയാൾ സബ്മിറ്റ് ചെയ്ത ഫോട്ടോയായിരുന്നു സ്ലെൻഡർമാൻ്റേത്. ബേസിക്കലി ഒരുപാട് നീളമുള്ള എന്നാൽ മുഖത്ത് യാതൊന്നുമില്ലാത്ത ഒരാൾ, കണ്ണോ മൂക്കോ ഒന്നും ഇല്ലാത്തൊരു ഫേസ്ലെസ് ഫിഗർ, ഒരുപാട് നീളം. ഇയാൾ കുട്ടികളുടെ കൂടെ നിൽക്കുന്നു. ബേസിക്കലി ചൈൽഡ് അബ്ഡക്ടറായ ഒരു മോൺസ്റ്ററായിട്ടാണ് സ്ലെൻഡർമാനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആദ്യം ഇത് ജസ്റ്റ് ഒരു ഫോട്ടോഷോപ്പ് കോൺടെസ്റ്റിലെ എൻട്രി മാത്രമായിരുന്നെങ്കിൽ പിന്നീട് ഇത് മീംസായിട്ടും മറ്റു പല ഡാർക്ക് തിയറികളുമായിട്ടും ഇൻ്റർനെറ്റിൽ പരക്കാൻ തുടങ്ങി. അങ്ങനെ സ്ലെൻഡർമാന് പല പവേഴ്സും ഇത്തരത്തിലുള്ള തിയറികളിലൂടെ കിട്ടി. ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതും, അതേപോലെ ഫേസ്ലെസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതും, അങ്ങനെ ഒരുപാട് പവേഴ്സ് കിട്ടി. സോ ബേസിക്കലി പകൽ പല ഫേസുകളുള്ള ഒരാളാണ് സ്ലെൻഡർമാൻ. എന്നാൽ രാത്രിയാകുമ്പോൾ ഫേസ് ഇല്ലാത്ത സ്ലെൻഡർമാനായി മാറുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ലോറാണ് ഈ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നത്. സ്ലെൻഡർമാൻ ഒരു വലിയ തരംഗമായി മാറിയതോടുകൂടി സ്ലെൻഡർമാൻ്റെ മകൾ എന്ന രീതിയിലാണ് സ്ലെൻഡറീനയുടെ ഗെയിം 2013 ആദ്യമായി വരുന്നത്. ആദ്യ ഗെയിം മുതൽ തന്നെ സ്ലെൻഡറീനെ ഒരു പ്രേതമായിട്ടാണ് കാണിക്കുന്നത്. സോ ഏതോ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സ്ലെൻഡറീന മരിച്ചു. എന്നാൽ ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ഒന്നും ആദ്യ ഗെയിമിൽ ഒരിടത്തും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ബേസിക്കലി സ്ലെൻഡറീനെ നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കണ്ട് ഒരു 2-3 സെക്കൻഡ് നോക്കി നിന്ന് കഴിഞ്ഞാൽ മരിച്ചു വീഴും. എന്നാൽ പെട്ടെന്ന് കണ്ടിട്ട് തിരിഞ്ഞു ഓടുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. സ്ലെൻഡറീന നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോപ്പപ്പ് ചെയ്യുന്നത്, എസ്പെഷ്യലി പ്രേതമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു ഫാക്ടർ കൊണ്ടായിരുന്നു സ്ലെൻഡറീന ഗെയിം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയത്. നമ്മുടെ പുറകെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരാളായിട്ടല്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടാവുന്ന, എങ്ങാനും അറിയാതെ 2-3 സെക്കൻഡ് സ്ലെൻഡറീനയുടെ നേരെയാണ് നോക്കി നിൽക്കുന്നതെങ്കിൽ മരിച്ചു വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാവം പ്രേതമാണ് സ്ലെൻഡറീന എന്ന് പറയാം. നോക്കി നിന്ന് നമ്മൾ മരിച്ചു വീഴും എന്നല്ലാതെ നമ്മളെ ഇങ്ങോട്ട് അറ്റാക്കൊന്നും ചെയ്യാൻ ഈ ഒരു പ്രേതം വരില്ല. 2013 ആദ്യ ഗെയിം ഒരു വലിയ വിജയമായതോടുകൂടി ഒരേ വർഷം തന്നെ മൾട്ടിപ്പിൾ സ്ലെൻഡറീന ഗെയിമുകൾ ഡെവലപ്പർ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ 2016 ആയപ്പോഴേക്കും വെറും 3 വർഷം കൊണ്ട് 8 സ്ലെൻഡറീന ഗെയിമുകൾ പുറത്തിറങ്ങി. അതിൽ തന്നെ അവസാന ഗെയിമായി സ്ലെൻഡറീന എക്സ് മാറുകയും അതിനുശേഷം അവർ ഗ്രാനിയിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിനിടെ സ്ലെൻഡറീന ഗെയിമുകൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആദ്യത്തേത് നൊസ്ഫെറാറ്റുവിൻ്റെ കടന്നുവരവാണ്. റിയൽ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രാക്കുളയുടെ ഒരു കോപ്പിയായിട്ട് ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറാണ് നൊസ്ഫെറാറ്റു. അതായത് 1922 ഡ്രാക്കുളയുടെ ഒരു സിനിമ എടുക്കാൻ ഒരു ജർമ്മൻ പ്രൊഡക്ഷൻ കമ്പനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രാക്കുള നോവൽ റൈറ്ററായ ബ്രാം സ്റ്റോക്കറുടെ ഫാമിലി സമീപിച്ചെങ്കിലും അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ പടം എടുക്കുന്നതിലൊന്നും അവർ പിന്മാറിയില്ല. ഡ്രാക്കുളയുടെ കാര്യങ്ങൾ അതേപടി കോപ്പി അടിച്ച് ഡ്രാക്കുളയുടെ പേര് മാറ്റി നൊസ്ഫെറാറ്റു എന്നാക്കി. അതേപോലെ ആ ഒരു കുറേ കാര്യങ്ങൾ എടുത്തു മാറ്റി. പക്ഷേ ക്യാരക്ടേഴ്സും സ്ട്രക്ചറും എല്ലാം സെയിം തന്നെ, പേരും സ്ഥലമൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ. ഇത് കാരണം തന്നെ ബ്രാം സ്റ്റോക്കറുടെ ഫാമിലി കേസ് കൊടുത്ത് നൊസ്ഫെറാറ്റുവിൻ്റെ എല്ലാ പ്രിൻറ്റും കത്തിച്ച് കളയാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു പ്രിൻറ്റുകളെല്ലാം കത്തിച്ച് കളഞ്ഞെങ്കിലും ഏതൊക്കെയോ പ്രിൻറ്റുകൾ സർവൈവ് ആയിപ്പോയി, അത് പുറം ലോകം കണ്ടു. ആ ഒരു സിനിമ അത്രത്തോളം കിടിലമായതുകൊണ്ട് തന്നെ പിന്നീട് ആൾക്കാർ ഇതൊരു കൾട്ട് ക്ലാസിക്കായി ഏറ്റെടുക്കാൻ തുടങ്ങി. 1970 ഇതിൻ്റെ ഒരു പ്രോപ്പർ റീമേക്ക് വന്നു. ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ കൊല്ലം ഹോളിവുഡിൽ നൊസ്ഫെറാറ്റുവിൻ്റെ റീമേക്ക് വന്നു. ഇക്കൊല്ലമായിരുന്നു ഇന്ത്യ റിലീസ്. എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ പ്രോപ്പർ തിയേറ്റർ വാച്ചും നൊസ്ഫെറാറ്റു തന്നെയായിരുന്നു. സ്ലെൻഡറീനിൽ നൊസ്ഫെറാറ്റു വരാൻ കാരണം വല്ല കൊളാബറേഷനുമാണോ, അതേപോലെ സിനിമയുടെ കഥ ഇതുമായി കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായി പറഞ്ഞ നൊസ്ഫെറാറ്റു ഒരു പബ്ലിക് ഡൊമൈൻ ക്യാരക്ടറാണ്. അതിന് കാരണം ഡ്രാക്കുള ഒരു പബ്ലിക് ഡൊമൈൻ ക്യാരക്ടർ ആയതാണ്. എന്താണ് പബ്ലിക് ഡൊമൈൻ എന്നല്ലേ? ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്ത ഒരു ക്രിയേറ്റർ മരിച്ചിട്ട് ഒരു 80-100 കൊല്ലമൊക്കെ ആകുമ്പോൾ പബ്ലിക്കിന് ഈ ക്യാരക്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കൊച്ചിലോട്ട് ബാലരമയിലൊക്കെ പല ഡ്രാക്കുള കഥകളും കണ്ടത്. അതൊന്നും റൈറ്റ്സ് മേടിച്ച് ചെയ്യുന്നതല്ല. ഡ്രാക്കുളയുടെ കഥ ആർക്ക് വേണമെങ്കിലും എഴുതാമെന്നായതോടുകൂടി ഓരോ കഥകൾ ബാലരമയിലൊക്കെ വേരിയേഷൻസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഡ്രാക്കുള പബ്ലിക് ഡൊമൈൻ ആയതോടെ അതിൻ്റെ കോപ്പിയായിട്ട് കോടതിയിൽ ഒഫീഷ്യലി വിധിച്ച് നൊസ്ഫെറാറ്റു പബ്ലിക് ഡൊമൈനായിട്ട് മാറി. അതുകൊണ്ട് തന്നെയാണ് റാൻഡംലി ഒരു ക്യാരക്ടറിനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത്. മേ ബി ഡെവലപ്പേഴ്സ് നൊസ്ഫെറാറ്റുവിൻ്റെ ഒരു വലിയ ഫാൻ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇവിടെ കൊണ്ടുവന്നത്. സ്ലെൻഡറീന ദ ഫോറസ്റ്റ് ഗെയിമിൽ കാടിനകത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിനകത്ത് ചെല്ലുമ്പോൾ നമ്മൾ പ്ലെയേഴ്സിന് ശവപ്പെട്ടി തുറക്കേണ്ടതായിട്ട് വരും. ആ ഒരു ശവപ്പെട്ടിക്കകത്താണ് നൊസ്ഫെറാറ്റു ഉള്ളത്. അപ്പോൾ നമ്മൾ പ്ലെയേഴ്സ് എടുത്ത ആ ഒരു ആക്ഷൻ കാരണമാണ് ഈ ഒരു വാമ്പയർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉണരുന്നതും തൊട്ടടുത്ത ഗെയിമായി സ്ലെൻഡറീന എക്സ് സെറ്റപ്പ് ചെയ്യുന്നതും. സ്ലെൻഡറീന എക്സിൻ്റെ മുഴുവൻ കഥ നടക്കുന്നത് നൊസ്ഫെറാറ്റുവിൻ്റെ കോട്ട അഥവാ സാക്ഷാൽ ഡ്രാക്കുള കോട്ടയിലാണ്. അതുവരെ കാട്ടിലും വീട്ടിലും സ്കൂളിലും ഒക്കെ ആയിരുന്നു നടന്നതെങ്കിൽ
ഇപ്പോൾ പ്രോപ്പർലി ഇത്രയും വലിയൊരു കോട്ടയിലാണ് ഉള്ളത്. അതേപോലെ തന്നെ സ്ലെൻഡറിനെ മാത്രമല്ല അവിടെ നൊസ്ഫെറാറ്റുവിനെ നേരിടണം. സ്ലെൻഡറിനെ പോലെ നോക്കി പേടിപ്പിച്ച് വീഴ്ത്തുമല്ല, ഇവിടെ അറ്റാക്ക് ചെയ്യുന്നൊരു വാമ്പയറാണ് നൊസ്ഫെറാറ്റു. അങ്ങനെ സ്കെയിൽ കൊണ്ടാണെങ്കിലും ഏറ്റവും അവസാനത്തെ ഗെയിം ആയതുകൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും ഈ ഒരു ഗെയിം സീരീസിൻ്റെ എൻഡ് ഗെയിമാണ് സ്ലെൻഡറീന എക്സ് എന്ന് പറയാം. പിന്നീടൊരു സ്ലെൻഡറീന പ്രോപ്പർ ഗെയിം വന്നിട്ടില്ല. പകരം അവർ സ്ലെൻഡറീനയുടെ അമ്മൂമ്മയായ ഗ്രാനിയുടെ ഗെയിമുകൾ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ കൊച്ചുമകളുടെ അവസാനം അമ്മൂമ്മയുടെ തുടക്കമായി. 2014 സ്ലെൻഡറീന സീരീസ് അവസാനിപ്പിച്ചപ്പോൾ 2017 ഗ്രാനിയുടെ തുടക്കമായി. അങ്ങനെ ഈ ഒരു ഗ്രാനി ഉണ്ടാക്കിയ പോപ്പുലാരിറ്റി സ്ലെൻഡറീനേക്കാളും ഒരുപാട് വലുതായിരുന്നു. ഇപ്പം വീഡിയോ ചെയ്യുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങൾ ഒരുപാട് പേരാണെങ്കിലും ആദ്യം കേട്ടത് ഗ്രാനി ആയിരിക്കും. അവിടെ നിന്നായിരിക്കും സ്ലെൻഡറീനെ കണ്ടുപിടിച്ചത്. ഗ്രാനിക്ക് ടോട്ടലി 3 ഗെയിമുകളാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളത്. ഗെയിം ബേസിക് സ്റ്റോറിയാണ്. ഗ്രാനി നമ്മളെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഒരു വീടിനകത്ത് കൊണ്ടുവന്നിട്ടേക്കുവാണ്. തേർഡ് ഗെയിമിൽ മാത്രം നമ്മൾ അങ്ങോട്ടകത്ത് എന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി പെട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഈ ഒരു വീടിന് പുറത്തേക്ക് കിടക്കണം. പക്ഷേ പുറത്തേക്ക് കിടക്കുന്ന ഈസി അല്ല. ഒരുപാട് താക്കോലുകളും മറ്റും കണ്ടുപിടിച്ചാൽ മാത്രമേ ഇന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുകയുള്ളൂ. ഇത് കണ്ടുപിടിക്കുന്നതിനിടയിൽ ഗ്രാനി എങ്ങാനും നമ്മളെ കണ്ടുപിടിച്ചാൽ ഗ്രാനി കയ്യിലിരിക്കുന്ന ബേസ്ബോൾ ബാറ്റ് കൊണ്ട് നമ്മളെ അടിച്ചു കൊല്ലും. ടോട്ടലി 5 ദിവസമാണ് നമുക്കുള്ളത്. ബേസിക്കലി 5 ചാൻസ് ആണെന്ന് പറയാം. അങ്ങനെ ഗ്രാനി നമ്മളെ ഇടിച്ച് കൊല്ലുകയാണെങ്കിൽ ഓരോ ദിവസം പോവും. തൊട്ടടുത്ത ദിവസം നമ്മൾ വീണ്ടും എഴുന്നേക്കും, വീണ്ടും രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ ഇവഞ്ച്വലി രക്ഷപ്പെടണം. അതാണ് ഗെയിമിൻ്റെ എയിം. പേര് സൂചിപ്പിക്കുന്ന പോലെ ഗ്രാനിയാണ് ഏറ്റവും മെയിനായിട്ടുള്ള ക്യാരക്ടറെങ്കിൽ പോലും ഗ്രാനിയുടെ ഭർത്താവായ ഗ്രാൻഡ്പ പിന്നീട് ഒരു പ്രധാന ക്യാരക്ടറായിട്ട് കടന്നു വരുന്നുണ്ട്. നമുക്ക് രണ്ടുപേരെ ഒരു പോയിന്റിൽ സർവൈവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്ലെൻഡറീനയുടെ ഗസ്റ്റ് റോളുണ്ട്. അതേപോലെ സ്ലെൻഡറീനയുടെ കുഞ്ഞ് വരുന്നുണ്ട്. നൊസ്ഫെറാറ്റും സ്ലെൻഡർമാനും ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തൊരു ക്യാരക്ടറായിരുന്നു സ്ലെൻഡറീനയുടെ അമ്മയായ ഏഞ്ചലി. ബേസിക്കലി ഈ ക്യാരക്ടറിൻ്റെ പേരൊന്നും അധികത്തും പറഞ്ഞിട്ടില്ല ഒഫീഷ്യലായിട്ട്. പക്ഷേ ഫാൻസ് ഏഞ്ചലി എന്നാണ് പറയുന്നത്. ഈ ഒരു ക്യാരക്ടർ കാരണമാണ് ഇക്കണ്ടതെല്ലാം ഉണ്ടായതെന്ന് ഒരു ഒഫീഷ്യൽ ക്ലൂ നമുക്ക് ഗെയിമുകളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഗ്രാനിക്കും ഒരുപാട് മുമ്പേ വന്ന ദ ചൈൽഡ് ഓഫ് സ്ലെൻഡറീന എന്നൊരു ഗെയിം സ്ലെൻഡറീന സീരീസിലുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്ലെൻഡറീനയുടെ കൊച്ചു കുഞ്ഞൊക്കെ ഈ ഒരു ഗെയിമിൽ ഫോക്കസ് പോയിന്റായി വരുന്നുണ്ട്. ഈ ഗെയിമിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലെൻഡറീനയുടെ ഡയറി കണ്ടെത്തണം. അതും എടുത്ത് ഫ്രണ്ട് ഡോറിൽ കൂടെ ഓടി രക്ഷപ്പെടണം. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ട് ഗെയിം കംപ്ലീറ്റ് ആക്കുമ്പോൾ സ്ക്രീനിൽ സ്ലെൻഡറീനയുടെ ഡയറി തെളിയും. ആ ഡയറിയിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് 1892 ജൂലൈ 10 അതായത് സ്ലെൻഡറീന ജീവിച്ചിരുന്ന കാലഘട്ടം 1892, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. അപ്പോൾ തന്നെ ഇത് വളരെയധികം ക്രീപ്പിയായി. കാരണം സ്ലെൻഡറീനയുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ഇപ്പോഴും സോംബീസായിട്ട് ഒരു മോഡേൺ ഏറയിലും ജീവിച്ചിരിപ്പുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നല്ല ക്രീപ്പി ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡയറി വായിച്ചാൽ ഇതിലും ക്രീപ്പിയാവും. കാരണം ഇത് സ്ലെൻഡറീനയുടെ ഡയറിയിലെ അവസാനത്തെ കുറിപ്പാണ്. ഡിയർ ഡയറി, ഇന്നൊരു നല്ല ദിവസമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് ഡിസി ആയിട്ടും നോഷ്യസ് ആയിട്ടും തോന്നുന്നു. മുഴുവൻ ഫാമിലിയും പാർക്കിലേക്ക് പോയി. എല്ലാവരും എൻജോയ് ചെയ്തു. നല്ലൊരു വെതറായിരുന്നു. അമ്മ കുറച്ചധികം നല്ല ഗുഡ് മൂഡിലായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഏഞ്ചലീനാണ് അമ്മ. എന്നാൽ ആ ഒരു തരത്തിലുള്ള ഗുഡ് മൂഡ് യൂഷ്വലി അമ്മയിൽ കാണാറില്ല. നമ്മൾ തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ ഡിന്നർ കുക്ക് ചെയ്ത് തന്നു. ആ ഒരു ഫുഡിന് എന്തോ ഒരു വല്ലാത്ത ടേസ്റ്റ് തോന്നിയെങ്കിലും അമ്മയോടൊന്നും പറയാൻ പോയില്ല. പക്ഷെ ഇപ്പോൾ അച്ഛനെ നോക്കുമ്പോൾ അച്ഛൻ പെയിലായിരിക്കുന്നു. അതേപോലെ ആ ഒരു ഡിന്നർ കഴിഞ്ഞിട്ട് അച്ഛൻ കമിഴ്ന്ന് അങ്ങ് കിടക്കുകയാണ്. ഇപ്പോൾ അത് അച്ഛൻ പെയിൻ എടുത്ത് വളരെയധികം അലറുകയാണ് മറ്റേ റൂമിൽ. എനിക്കും ഇപ്പോൾ വളരെയധികം പെയിൻ തോന്നുന്നു, എൻ്റെ തല ചുറ്റുന്നു എന്ന രീതിയിലാണ് ആ ഒരു ഡയറി അവസാനിക്കുന്നത്. ആ ഹെഡ് ഈ സ്പിന്നിങ് എന്നുള്ളത് തന്നെ വളഞ്ഞു തിരിഞ്ഞ് എഴുതി വെച്ചിട്ടൊരു ക്രീപ്പി രീതിയിലാണ് അവസാനിച്ചിരിക്കുന്നത്. അതായത് സ്ലെൻഡറീനയുടെ അമ്മയും ഗ്രാനിയുടെ മകളുമായ ഏഞ്ചലിയും സ്വന്തം ഭർത്താവായ സ്ലെൻഡർമാനും മകളായ സ്ലെൻഡറീനയ്ക്കും വിഷം കൊടുത്ത് കൊല്ലുന്നു. അതെന്തിന് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. എന്നാൽ ഗ്രാനി ഗെയിമുകളിൽ ഏഞ്ചലീനെ ചങ്ങലയിൽ ഗ്രാനി കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം ഗ്രാനി പേടിച്ചിട്ട് ഈ ഒരു ക്യാരക്ടറിനെ ചങ്ങലക്കിടുന്നത്. ഈ ഒരു ഡയറിക്കുറിപ്പ് മാത്രമാണ് ഗെയിമിൻ്റെ സൈഡിൽ നിന്നും ഒഫീഷ്യലായിട്ട് നമുക്ക് കിട്ടിയ ബാക്ക് സ്റ്റോറി. ബാക്കി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ള കഥകളുണ്ടെങ്കിൽ അതെല്ലാം വെറും തിയറികൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരൊറ്റ ഡയറിക്കുറിപ്പ് വെച്ചിട്ട് നമുക്ക് എന്താണ് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തിനായിരിക്കാം ഏഞ്ചലീന പെട്ടെന്നൊരു ദിവസം തൻ്റെ ഭർത്താവിനെയും മകളെയും കൊന്നത്? അതിന് കാരണം സ്ലെൻഡർമാനാണ് ഭർത്താവ് എന്ന് തന്നെയായിരിക്കാം. ഇതിന് 2 തിയറികളുണ്ട്. ഒന്ന്, ഹി വാസ് ഓൾവേസ് സ്ലെൻഡർമാൻ. ഈ ഒരു ഏഞ്ചലീനെ പരിചയപ്പെടുന്ന സമയത്തും പ്രണയത്തിലായ സമയത്തും എല്ലാം ഇയാൾ സ്ലെൻഡർമാൻ തന്നെയാണ്. പക്ഷേ ഒരു സാധാരണ ഹ്യൂമൻ്റെ ഫേസ് ഷേപ്പ് ഷിഫ്റ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ സ്വീകരിച്ചു. എന്നാൽ പിന്നീട് എപ്പോഴും ഏഞ്ചലീൻ കണ്ടെത്തുകയാണ് ഇയാൾ സ്ലെൻഡർമാനാണെന്ന്. അതുകൊണ്ട് തന്നെ സ്ലെൻഡർമാനെയും ആ ഒരു സ്ലെൻഡർമാനിലുണ്ടായ മകളെയും അതിലുണ്ടായ കൊച്ചുമകളെയും എല്ലാം കൊല്ലാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. കാരണം ജെനറ്റിക്സിലൂടെ ഈ ഒരു കാര്യം പടരുന്നുമുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ഏഞ്ചലി ഇവരെ എല്ലാവരെയും കൊന്നത്. സ്ലെൻഡറീനയുടെ ഭർത്താവിനെ പറ്റി മിക്കയിടത്തും മെൻഷൻ ചെയ്യുന്നില്ല. പലരും പറയുന്ന കാര്യമാണ് നൊസ്ഫെറാറ്റുവാണ് ഭർത്താവെന്ന്. ഓൾറെഡി ഉള്ള ക്രീപ്പിനെസ് പോരാഞ്ഞിട്ടാണ് ഒരു വാമ്പയറിന് മോളെ കെട്ടിച്ചു കൊടുക്കുന്നത്. സോ അത് എനിക്ക് തോന്നുന്നില്ല. നൊസ്ഫെറാറ്റു ഇതിൽ വരുന്നൊരു ഡിഫറെൻറ്റ് ക്യാരക്ടർ മാത്രമായിരിക്കാം. സ്ലെൻഡറീനയുടെ ഭർത്താവ് എവിടെ പോയെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു മിസ്റ്ററിയാണ്. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ തന്നെ സ്ലെൻഡറീനയുടെ ഭർത്താവിനെയും
ഏഞ്ചലീൻ കൊന്നിട്ടുണ്ടാവും. രണ്ടാമത് പറയുന്ന തിയറിയിൽ സ്ലെൻഡറീനയുടെ അച്ഛൻ, അതായത് ഏഞ്ചലീൻ്റെ ഭർത്താവ്, ഒരിക്കലും സ്ലെൻഡർമാൻ ആയിരുന്നില്ല. റിയലി ഒരു സാധാരണ ഹ്യൂമൻ ആയിരുന്നു. എന്നാൽ പിന്നീട് സ്ലെൻഡറീനയൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു ശാപം ഇവരിലേക്ക് വരികയാണ്. ഈ ഒരു ശാപം കാരണം ഇയാൾ മുഖത്തെ എല്ലാം പോയി നീളവും വെച്ച് സ്ലെൻഡർമാനായിട്ട് മാറുന്നു. അപ്പോൾ ഈ ശാപം ഒബ്വിയസ്ലി സ്ലെൻഡറീനയിലോട്ടും അതിൻ്റെ കുഞ്ഞിലേക്കും ജനറ്റിക്കലി ഉള്ളത് തന്നെ കടന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഏഞ്ചലീൻ ഇവരെല്ലാം കൊന്നത്. ഏഞ്ചലീനിലേക്കും ഈ ഒരു ശാപം പടരാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്നാൽ സ്വയം കൊല്ലുന്നതിന് പകരം ഒരു ലൂണാട്ടിക്കായിട്ട് മാറുകയും ഇക്കാരണം കൊണ്ട് തന്നെ ഗ്രാനി ഏഞ്ചലീനെ ചങ്ങലക്കിടുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചിട്ടായിരിക്കും 1.5 നൂറ്റാണ്ടോളം ജീവിച്ചിരുന്ന സോംബീസായി ഗ്രാനിയും ഗ്രാൻഡ്പയും മാറിയത്? ഏഞ്ചലിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓൾറെഡി തൻ്റെ ഭർത്താവേയും മോളെയെല്ലാം കൊന്നു കളഞ്ഞ ഒരാളാണ് ഏഞ്ചലി. അപ്പോൾ ആ ഒരു ഹോൾ ഫാമിലി ട്രീ തന്നെ ഇല്ലാതെ, ഇവരുടെ കുടുംബം തന്നെ ഇനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഏഞ്ചലിനോടൊരു ഭ്രാന്താവുകയും ചെയ്യുന്നു. ഇവർക്ക് വേറെ മക്കളൊന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ഗ്രാനിയും ഗ്രാൻഡ്പയും എന്താണ് സംഭവിച്ചതെന്നുള്ളത് മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഏഞ്ചലിൻ ഭ്രാന്തിയെ മാറിയതോടുകൂടി ചങ്ങലയ്ക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് പക്ഷേ എങ്ങനെയെങ്കിലും സ്ലെൻഡറീനെ തിരിച്ചു കൊണ്ടുവന്നുണ്ടായിരിക്കും. കാരണം ഒബ്വിയസ്ലി കൊച്ചുമക്കളോട് ഈ ഗ്രാൻഡ് പേരൻസിന് ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഇവർ സ്ലെൻഡറീനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബ്ലാക്ക് മാജിക്കിലേക്ക് കടന്നിട്ടുണ്ടാവാം എന്നൊരു തിയറി പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് പകുതി സോളുകൾ വിൽക്കേണ്ടി വരും ഒരു സോളിനെ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ ഗ്രാനിയുടെ പകുതി സോളും ഗ്രാൻഡ്പയുടെ പകുതി സോളും കൊടുത്തിട്ടുണ്ട് എന്നൊരു തിയറിയുണ്ട്. സ്ലെൻഡറീനെ മാത്രമല്ല, സ്ലെൻഡറീനയുടെ കൊച്ചു കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഏഞ്ചലീൻ്റെ പകുതി സോളും ഒരുപക്ഷെ കൊച്ചു കുഞ്ഞിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഇവഞ്ചലി ഇതെല്ലാം കൂടെ കൊടുത്തവരെല്ലാം തിരിച്ചു വന്നെങ്കിലും സ്ലെൻഡറീൻ ഒരു പ്രേതമായിട്ടും കുഞ്ഞൊരു വികൃത രൂപമായിട്ടും മാറുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഗ്രാനിയും ഗ്രാൻഡ്പയും സോംബീസായി മാറുകയും ചെയ്തു. തിരിച്ചു വന്നവരും പ്രേതങ്ങളും വിചിത്രജീവികളുമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു ശാപം പിടിച്ച കുടുംബം. ഇതല്ല നേരത്തെ പറഞ്ഞൊരു ശാപം ഗ്രാനിയിലോട്ടും ഗ്രാൻഡ്പയിലോട്ടും പടർന്നെന്നും അത് കാരണമാണ് ഇവർ ഇങ്ങനെ ആയെന്നും പറയുന്ന വേറൊരു തിയറിയുണ്ട്. എന്തായാലും ഇവഞ്ച്വലി ഗ്രാനിയും ഗ്രാൻഡ്പയും സോംബീസായി മാറി 1.5 നൂറ്റാണ്ടോളം ഒരു വീട്ടിൽ ജീവിക്കുന്നു. ഈ ഒരു വീടിനകത്ത് കയറിയ ആൾക്കാരെ എന്തിനാണ് തടവിലിടുന്നതെന്നും കൊല്ലാൻ ശ്രമിക്കുന്നതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സീക്രട്ട് പുറത്തേക്ക് പോകാനിരിക്കാൻ തന്നെ ആവാം. ഒരു ഹോൾ ഫാമിലിയുടെ മുഴുവൻ ഫാമിലി ട്രീ അവിടെ അവസാനിച്ചു. എന്നാൽ ഗ്രാനിയും ഗ്രാൻഡ്പയും ഇപ്പോഴും ആ ഒരു വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രൈവസിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം പല പ്ലെയേഴ്സിനെയും കൊല്ലുന്നതും ഈ ഒരു ഹോൾ ഗെയിമിൻ്റെ സ്റ്റോറീസ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒഫീഷ്യൽ ഡയർക്കുറിപ്പിൽ നിന്നും കണക്ട് ചെയ്താണ് ഈ തിയറീസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള തിയറി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു കഥ ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. നിലവിൽ ആ ഡയറിയിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒഫീഷ്യൽ ഗെയിമിലെ ബാക്ക് സ്റ്റോറി. ഒരുപാട് തിയറി വീഡിയോസ് നിങ്ങൾ വേറെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഗ്രാനിയുടെ അച്ഛൻ ഡ്രഗ് ട്രാഫിക്കിലുണ്ടായിരുന്നെന്നും ഇവർ പിന്നീട് യൂറോപ്പിലോട്ട് വീട് മാറി ഗ്രാനിയുടെ പേരൻസിനെ കൊന്നു, അങ്ങനൊരു പോപ്പുലർ തിയറി ഉണ്ട്. പക്ഷേ ഒഫീഷ്യലി ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല. ഒഫീഷ്യലി ആകെയുള്ളത് ഈ ഡയറക്കുറിപ്പ് മാത്രമാണ്. അത് ബേസ് ചെയ്തിട്ടും പിന്നെ വൈറലായിട്ടുള്ള പല ഫാൻ തിയറീസിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുമൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു കഥ പറഞ്ഞത്. ഇതേ ഗെയിം യൂണിവേഴ്സ് സെറ്റ് ചെയ്ത മറ്റൊരു ഗെയിമാണ് ഡെവലപ്പർ 2020 ഇറക്കിയ ദ ട്വിൻസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ട്വിൻസ് ആണ് ഇതിലെ പ്രധാന എതിരാളികൾ. ആൻഡ് ഇവർ പ്രേതമോ അല്ലെ ഗ്രാനിയെ പോലെ സോംബിയോ ഒന്നും അല്ല, പെർഫെക്റ്റ് ഹ്യൂമൻസ് ആണ്. ഈ ഒരു സെയിം യൂണിവേഴ്സിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഈ ട്വിൻസിൻ്റെ വീട്ടിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം. ബേസിക്കായിട്ട് ഗ്രാനി സ്ലെൻഡറീന എല്ലാ ഗെയിമിലും ഉള്ള അതേ സംഭവം തന്നെ. പക്ഷേ ഇവിടെ ഇവർ ഹ്യൂമൻസ് ആണ്. ഇവരുടെ കയ്യിൽ പല രീതിയിലുള്ള വെപ്പൺസ് ഉണ്ട്. നമുക്കും പല വെപ്പൺസ് പലയിടത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഓരോരുത്തരായിട്ട് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ നമ്മളെ ഒരുമിച്ച് കോൺട്ര ചെയ്യാനും പറ്റും. രണ്ടുപേരുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. ഗ്രാനിയും ഗ്രാൻഡ്പയൊക്കെ ട്വിൻസിൽ വരുന്നത് നിങ്ങൾ ചിലപ്പോൾ ചില സ്ട്രീമേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് കാരണം അത് മോഡാണ്, ഒഫീഷ്യൽ അല്ല. ഒഫീഷ്യലി ട്വിൻസ് മാത്രമാണ് ഈ ഒരു ഗെയിമിലുള്ളത്. അപ്പോൾ ട്വിൻസ് എങ്ങനെയാണ് ഗ്രാനി യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു ഡെവലപ്പർ എന്ന ഒരു ഗെയിം ഡെവലപ്പേഴ്സ് ആകെ ഇറക്കിയ മറ്റൊരു ഹൊറർ ഗെയിം ഇത് മാത്രമാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ പല ലോക്കിംഗ് മെക്കാനിസംസും പല ആർട്ടിഫാക്ട്സും ഗ്രാനിയെ നല്ലപോലെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാനിയുടെയൊക്കെ ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവ്സ് ആണ് ഇവരെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ സെയിം ഏരിയ തന്നെയുള്ള മറ്റൊരു വീടാണെന്ന് പറയാം. അല്ലെങ്കിൽ സെയിം യൂണിവേഴ്സിൽ വേറെ എവിടെയോ നടക്കുന്നൊരു കഥയാണെന്നും പറയാം. അതല്ലാതെ വലിയ കണക്ഷൻസ് ഒന്നും തന്നെ ഈ ഒരു ഗെയിമിന് ഗ്രാനി സ്ലെൻഡറീന ഗെയിമുകളുമായിട്ടില്ല. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഗ്രാനി സ്ലെൻഡറീന അടങ്ങുന്ന ഒരു ഡെവലപ്പർ ഹൊറർ യൂണിവേഴ്സിൻ്റെ മുഴുവൻ കണ്ടന്റുകളാണെങ്കിൽ, ഈ ഒരു ഗ്രാനി ഗെയിമിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. 2015 തമാര സാംസണോവ എന്ന റഷ്യൻ വുമൺ
തൻ്റെ കൊച്ചുമകനടക്കം ഒരുപാട് പേരെ വർഷങ്ങളെ കൊന്നിട്ടുണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വളരെയധികം ലോകത്ത് തന്നെ നടക്കിയൊരു ന്യൂസായിരുന്നു. കാരണം ഒരു അമ്മൂമ്മ ഇങ്ങനെയൊക്കെ സ്വന്തം കൊച്ചുമകനെയും ബാക്കിയുള്ളവരും വരെ കൊല്ലുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 1990s അല്ലെങ്കിൽ ഏർലി 2000s തൊട്ട് ഇവർ കൊലപാതകങ്ങൾ നടത്തുന്നുണ്ടായിരുന്നാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. 2015 ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2017 ജസ്റ്റ് ഒരു 2 years കഴിഞ്ഞാണ് ഗ്രാനി ഗെയിം വരുന്നത്. സോ സ്ലെൻഡറിന് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരുന്ന ടൈമിൽ അത് എൻഡ് ചെയ്തിട്ട് പുതിയൊരു ഗെയിമിലോട്ട് അവർ മാറിയതിന് കാരണം ഈ ഒരു ഇൻസിഡൻ്റ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഡെവലപ്പേഴ്സ് ഇത് ഒഫീഷ്യലി ഒരിടത്തും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഈ ഒരു ഇൻസിഡൻ്റ് ആണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു നടക്കുന്നു എന്ന് മാത്രം. നിങ്ങളിൽ പലരെയും പോലെ തന്നെ ഗെയിമിംഗ് സ്ട്രീമുകൾ കണ്ടിട്ടാണ് ഗ്രാനി എന്ന ഗെയിം ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഗെയിം കളിച്ച് നോക്കി ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ലോർ തപ്പിപ്പോയത്. അപ്പോഴാണ് അറിയുന്നത് സ്ലെൻഡറിന് ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്നും. എന്നാൽ അതിനൊക്കെ ഒരുപാട് മുമ്പ് എന്നെ സ്ലെൻഡർമാനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. സ്ലെൻഡർമാൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. പണ്ടപ്പോഴും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോഴും കണ്ടിട്ടില്ല. പിന്നെ അതേപോലെ നൊസ്ഫെറാറ്റു ഓൾറെഡി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ യൂണിവേഴ്സ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നീട് ഈ പറഞ്ഞ റിയൽ ലൈഫ് സ്റ്റോറി ആയിക്കോട്ടെ അല്ലെങ്കിൽ തിയറീസ് ആയിക്കോട്ടെ ഒരുപാട് കേട്ട് നോക്കി. എന്നിരുന്നാലും ഏറ്റവും സെൻസ് ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒഫീഷ്യലി അവർ തന്നൊരു സ്റ്റോറിയാണ്. അതുമായി കണക്ട് ചെയ്യുന്നൊരു തിയറി ഉണ്ടാക്കിയതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടും കാർട്ടൂൺ റിലേറ്റഡ് ആയിട്ടും ഒരുപാട് വീഡിയോസ് ചാനലിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ഋതുൻ ചെങ്കന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഗെയിമിംഗ് എക്സ്ട്രാൻസ്.